Hi there, CA, CMA, CS students as well as professionals. എല്ലാവർക്കും എക്സാമിനേഷൻസ് റിലേറ്റഡ് ഒരുപാട് മെമ്മറീസ് കാണും. അതുപോലെ ഒരു മെമ്മറിയാണ് എനിക്കുള്ളത്. ഏകദേശം കുറച്ച് കൊല്ലങ്ങൾ, അതായത് ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുന്നേ 2008 അക്കൗണ്ടിങ്ങിൻ്റെ, അതായത് അഡ്വാൻസ്ഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എക്സാം എഴുതുമ്പോൾ ആ ഒരു പേപ്പർ അങ്ങനെ എഴുതി വന്നപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രോബ്ലം, ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിച്ച പ്രോബ്ലം അത് തെറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. അതായത് ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് സ്റ്റേജ് പാസ്സായി കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജിൻ്റെ ഈ ഒരു പേപ്പർ ഞാൻ എങ്ങാനും ഫെയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ICWA, അന്നത്തെ ICWAI എൻ്റെ കരിയർ ചിലപ്പോൾ അവിടെ നിന്ന് പോയേനെ. പക്ഷെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ ബാക്കിയുണ്ടല്ലോ, ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റുകളാണല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഒരു നിമിഷ നേരം നമ്മളൊന്ന് ആലോചിച്ചു. 120 മിനിറ്റ് ഉണ്ട്, 100 മാർക്കിൻ്റെ പേപ്പറാണുള്ളത്, അപ്പോൾ സമയമുണ്ട് എന്നുള്ളൊരു തോന്നൽ. അത് വെച്ച് നമ്മൾ ഒന്നും കൂടി ഒരു റീസ്റ്റാർട്ട് അവിടെ ചെയ്യുവാണ്. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ അതായത് അടുത്തൊരു പ്രോബ്ലം നമ്മൾ അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് പിടിച്ച് വന്ന് അങ്ങനെ ഒന്നും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 120 മിനിറ്റ് ബാക്കിയുള്ളതിൽ നമ്മൾ ഒരു 3 പ്രോബ്ലംസ് സോൾവ് ചെയ്തു. അത് ടാലിയായി, അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷയിൽ ടാലിയായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു 16x3, അങ്ങനെ ഒരു 48 മാർക്കിൻ്റെ നമുക്ക് അഷ്വറൻസ് ആയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നിർത്താതെ എഴുതാൻ പറ്റുന്നതൊക്കെ നമ്മൾ എഴുതി. അങ്ങനെ ഒരു 72 മാർക്കോളം നമുക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റി ആ ബാക്കി വന്ന 2 മണിക്കൂറിൽ. അങ്ങനെ ആ എക്സാം അങ്ങനെ അവിടെ അവസാനിച്ചു. റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പാസ്സായി, ഒരു 59 മാർക്ക് കിട്ടി. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഒരു മണിക്കൂർ പോയതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ അന്ന് പഠിപ്പിച്ചിരുന്നൊരു സാറ് പറഞ്ഞിരുന്നൊരു കാര്യം നമുക്ക് ഓർമ്മ വന്നത്. അതായത് ഇത് പ്രൊഫഷണൽ എക്സാമിനേഷനാണ്. നമ്മുടെ ഈ പറഞ്ഞ സ്റ്റാർട്ടിങ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ 4 പേജസ് നമ്മുടെ തെറ്റായി പോയ കാര്യങ്ങളാണെങ്കിൽ തന്നെ നമുക്കത് സ്ട്രൈക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത 5ാമത്തെ പേജ് തൊട്ട് എഴുതി പോവാം എന്നുള്ളൊരു തോന്നൽ വന്നത് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 59 മാർക്ക് മേടിച്ച ആ ഒരു പേപ്പർ പാസ്സാവും മാത്രമല്ല അന്നത്തെ ഗ്രൂപ്പും ക്ലിയർ ചെയ്തു. ഇന്ന് ഞാനൊരു ഫെല്ലോ മെമ്പറാണ്. അപ്പോൾ അന്ന് ആ ഒരു എക്സാം ഞാൻ പാസ്സായത് കൊണ്ട് പിന്നെ നമ്മുടെ വണ്ടി അവിടെ നിന്നില്ല. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എല്ലാത്തിലും നമ്മൾ പാസ്സായി പോകുന്നത്. അപ്പോൾ BCom-ഉം ICWA അല്ലെങ്കിൽ ഇന്നത്തെ ICMI രണ്ടും ഒരുമിച്ചാണ് ഞാൻ ചെയ്തത്. ഒരു 40 പേപ്പറുകൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു പേപ്പർ ദാറ്റ് വാസ് റിയലി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു, ബൈ.